ദടദടക്കണ വണ്ടി ഇത്, ദടദടക്കണ വണ്ടി ഇത്, ഞങ്ങളൊരു പട്ടിക്കാട്ടിലാണ്. അപ്പോഴുണ്ടല്ലോ നമ്മളൊരു സ്റ്റേക്കേഷന് പോവാണ് കേട്ടോ. ഒരു നൈറ്റിൽ ഒരു ക്യാബിൻ റെന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അറ്റ്ലനിൽ. നമ്മുടെ ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. അറ്റ്ലൻ എന്ന് പറയുവേ BCയിലെ ഒരു ചെറിയ ടൗണാണ് കേട്ടോ. അപ്പം നമ്മൾ തോമസൂട്ടി ഇവിടെ കടയിൽ നമുക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ സാധനം മേടിക്കാൻ പോയേക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട തോമ സാധനമൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റേഷനാണ് കേട്ടോ. വണ്ടിയിൽ ഗ്യാസ് ഇല്ല, ഗ്യാസ് അടിക്കണം. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ട് ഗ്യാസ് അടിച്ചിട്ട് പോകണം. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് പമ്പുകളൊന്നും തന്നെ ഇല്ല. ഇവിടുന്ന് അടിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. 2 hours ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. 2 hours ഇല്ലേ? കറക്റ്റ് 2 hours. അപ്പം നമ്മൾ പോയി പെട്രോൾ അടിക്കട്ടെ കേട്ടോ. ഇവിടുത്തെ റോഡുകളുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇങ്ങനെ നീണ്ടു നിവർന്നങ്ങ് കിടക്കുവാണേ, കണ്ണെത്താ ദൂരത്തോളെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്ന് റോഡ് ഇരിക്കുന്നത് എങ്ങനെയാന്ന്. കണ്ടോ, അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ കൂടുതൽ റോഡുകളും അങ്ങനെയാണ് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റ പോക്കാണേ. വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇത് ഹൈവേ ആണേ, നമുക്ക് 100-ൽ പോകാം കേട്ടോ. ഹൈവേയില് നമ്മൾ ഭയങ്കര സേഫ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ റോഡിൽ. കാരണം ഒത്തിരി വണ്ടിയൊന്നും ഉണ്ടാവത്തില്ല, 1-2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ സ്പീഡിൽ പോവാം. പക്ഷേ അതുപോലെ തന്നെയാണ് ഇവിടെ ഭയങ്കര വിജനതയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഭയങ്കര വിജനതയായത് കാരണം ഒരു പ്രശ്നമുണ്ട്. എവിടെയെങ്കിലും പോയി വണ്ടി തട്ടി മറിഞ്ഞ് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കിടക്കുള്ളൂ. മിക്കവാറും ആരും കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. അത് കൂടുതൽ വിന്റർ ടൈമിലാണ്. വിന്ററിലൊക്കെ പ്രത്യേകിച്ച് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും. ടൗണിൽ നിന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോണിനൊന്നും സിഗ്നൽ ഒന്നും ഇല്ല കേട്ടോ. ടൗണിൽ നിന്ന് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ സിഗ്നൽ ഇല്ല. അതാണൊരു കാര്യം. അപ്പം ഞങ്ങൾ പക്ഷെ പട്ടിക്കാടാണെങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ലൈഫാണ്. സ്ലോ ആണ്, ഭയങ്കര സ്ലോ ആൻഡ് ഹാപ്പി, നേച്ചർ ഫ്രണ്ട്ലി ലൈഫാണ്. ഇതെന്റെ മക്കൾ രണ്ടുപേരെയും പുറകിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടേക്കുവാണ്. ശുഭു വാവ ഉറങ്ങടി, കണ്ണടച്ചേ, ക്ലോസ് യുവർ ഐസ്. വാവ ഉറങ്ങിക്കേ, വാവ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞ അവളുടെ. അങ്ങനെ എഴുന്നേറ്റിരിക്കുവാണ് കുസ്തിക്ക്. ഇനി ഒരു മണിക്കൂറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ഒന്ന് ബാത്റൂം ബ്രേക്കാണ് കേട്ടോ. നമ്മളിറങ്ങി നമ്മൾ മാത്രമാണ് കേട്ടോ ഈ റോഡിലുള്ളൂ. അത്രയ്ക്ക് വിജനതയാണ് ഇവിടെ. ഞാനാണെ നോക്കി നിൽക്കണം വല്ല കരടിയോ ഒക്കെ വല്ലതും ഉണ്ടോ. കരടിയൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന കുറേ നേരമായി. 3-4 മിനിറ്റായി ഞങ്ങളവിടെ നിർത്തിയിട്ട്. ഇതേവരെ ഒരു വണ്ടി പോലും ഇതിലേ പോയിട്ടില്ല കേട്ടോ. ഇതുപോലത്തെ ബാത്റൂമുകൾ, അത് രണ്ടും ആ കാണുന്ന 2 ബാത്റൂമാണ് കേട്ടോ. ഇതുപോലെയുള്ള ബാത്റൂമുകൾ ഈ ഹൈവേയിലൊക്കെ ഇഷ്ടംപോലെ അവരുണ്ടാക്കിയിട്ടിട്ടുണ്ടേ. കുറച്ച് കിലോമീറ്റർ കൂടുമ്പോൾ ഉണ്ടാവും. ഇനിയുള്ള 1 മണിക്കൂർ, ഇനി 45 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഇനിയുള്ള 45 മിനിറ്റ് ഞാനാട്ടോ വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ ഇസാപ്പു ദേ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നമ്മളിവിടെ എത്തി കേട്ടോ. എൻ്റെ പൊന്നോ, ഇവിടുത്തെ മൗണ്ടൻസ് ഒരു കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ ക്യാബിന് നമ്മൾ ക്യാബിന് റെൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അതിന് പേ ചെയ്യണം. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ പൈസ കുറവുണ്ട്, കാർഡ് വെച്ച് പേ ചെയ്യുമ്പോൾ പൈസ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ക്യാഷും കൊണ്ടാട്ടോ വന്നത്. അപ്പോൾ ക്യാഷ് കൊടുക്കാൻ നോക്കുവാണേ. ഇവിടെ ഒരു അടിപൊളി ഒരു ലേക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് അതിനപ്പുറത്ത് മൗണ്ടൻസിൻ്റെ മുകളിൽ സ്നോയ്. എന്തോ അപ്പം പൈസ കൊടുത്ത് കീയൊക്കെ മേടിച്ചോണ്ട് വരട്ടെ. നല്ല എനിക്കാണെ പറഞ്ഞിട്ട് മതിയാവില്ല. പക്ഷികളൊക്കെ പറക്കുന്നുണ്ട് ലേക്കിൽ. എൻ്റെ പൊന്നോ അടിപൊളി. ഞാനെന്തായാലും ക്യാബിൻ്റെ കീ മേടിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാവേ. അപ്പോൾ നമ്മുടെ ക്യാബിൻ കണ്ടുപിടിച്ചു കേട്ടോ. നമ്പർ 5 ആണ്. കീ അവിടെ തുറന്നിട്ടേക്കുമായിരുന്നു കേട്ടോ. കീ വേണ്ടായിരുന്നു. ഒരു വൈകുന്നേരം വന്ന്
പൈസ കളക്ട് ചെയ്തോളായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. തടിയൊക്കെ വെച്ചുണ്ടാക്കിയേക്കണ ഒരു ചെറിയ ക്യാബിൻ. പിള്ളേരെ എടുക്ക് വേണ്ട. നമുക്ക് ബാർബിക്യൂ മെഷീൻ എടുത്തവർ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അതവർ പുറത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജുണ്ട്. ഓഹോ, നമ്മുടെ ബെഡ്റൂം. ചെറിയ ബെഡാണല്ലോ. നല്ലതാണോ ബേബി? അവിടെ ചെറിയൊരു കിച്ചണുണ്ട്. പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ അടുപ്പുണ്ട്, സിങ്ക് ഉണ്ട്, വെള്ളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ബെഡുണ്ടോ? ആ, പിന്നെ അടിപൊളിയാണല്ലോ. എന്നാണ് ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്, കൗച്ചുണ്ട്, TV, മൈക്രോവേവ് ഉണ്ട്. പിന്നെ നമ്മുടെ വിൻഡോയിൽ കൂടെയുള്ള കാഴ്ചയാണ് കാഴ്ച. എൻ്റെ പൊന്നോ, രണ്ട് റൂമാണ് കേട്ടോ. 2 ബെഡ്റൂമുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ചെറിയ ബെഡ് ചെറുതാണ്. നമുക്ക് 4 പേർ കൂടെ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ 2 പേര് കിടക്കേണ്ടി വരും മിക്കവാറും. അന്ന് വണ്ടി ഇരുന്ന് അത് തന്നെ വണ്ടി ഇരുന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. വഴിയൊക്കെ തെറ്റിപ്പോയി കുറെ യാത്ര ചെയ്ത് അത് തന്നെ. വൈകുന്നേരം നമുക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടാക്കി ഗ്രില്ലൊക്കെ ചെയ്ത് ഇച്ചിരി വർത്താനൊക്കെ പറഞ്ഞ് ഇച്ചിരി പാട്ടൊക്കെ പാടിയിരിക്കാം കേട്ടോ. സെറ്റ് എന്നാ ശരിയാ വെച്ചേക്കോ. നടുവ് തല്ലിപ്പൊളിക്ക്. സമയം എന്നായി? ഞങ്ങളുടെ വെയിലൊക്കെ ഇപ്പൊ പോകും. എന്നാടി കാണിക്കണ അപ്പ എന്നാ കാണിക്കണടി? ചേട്ടനെ രക്ഷിക്കടി, ഹെൽപ്പിയടി. അപ്പൊ നമ്മുടെ തോമ മസിലൊക്കെ വീർപ്പിച്ചിറങ്ങിയിട്ടുണ്ട്. മസിലൊക്കെ പൊരിച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പൊ നമ്മളാണെങ്കിൽ ഒന്ന് നടക്കാൻ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. തിരുത്തി കാറ്റില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കാറ്റുള്ളപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പില്ല, ചെറിയൊരു തണുപ്പുണ്ടേ. കാറ്റടിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ആഹാ, അച്ചിക്കോണ്ട വണ്ടിയും കൊണ്ട് പോയി മറിഞ്ഞു. എന്താണോ വെച്ച് വണ്ടി ആക്സിഡന്റ് ആയടാ നിന്റെ? അതെങ്ങനെ അങ്ങനെ ആക്സിഡന്റ് ആയേ? വെറുതെ അങ്ങ് ആക്സിഡന്റ് ആവുകയാണോ? ചോട്ടിക്കോ, പോട്ടെ. നമ്മൾ നമ്മുടെ ലേക്കിന്റെ സൈഡിൽ എത്താൻ ആണ്. ആണ്ടാണ് കൊച്ചാണ്ട് കൊണ്ട് പോകും. Oh my God, തോമ. 2 പിള്ളേരും പോയി. ഫസ്റ്റ് ടൈം ഞാനിവിടെ വന്നപ്പം എൻ്റെ പൊന്നോ അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയൊരു കാര്യമില്ല കേട്ടോ. ഈ മൗണ്ടൻസ് ഇങ്ങനെ കണ്ടപ്പോഴത്തേനും, ലേക്ക് ആൻഡ് മൗണ്ടൻസ് ബെസ്റ്റ് വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ബോട്ട്, ഷിപ്പ് എന്നൊക്കെ പറയാം, കരയ്ക്ക് കയറ്റിയിട്ടേക്കുന്നതാണ് കേട്ടോ. എനിക്ക് ചെറിയ ക്യാബിനാണോ സ്റ്റോറേജ് ആണോ എന്നറിയില്ല. ചിലപ്പോൾ പണ്ടത്തെ ചെറിയ ക്യാബിൻ പോലുണ്ട് കണ്ടിട്ട്. ാണ് കേട്ടോ. അപ്പം ഞങ്ങൾ
നടത്തമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര കാറ്റായിരുന്നു. അപ്പൊ നടത്തം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് വന്ന് വണ്ടിയിൽ കയറി നമ്മളിങ്ങനെ വെറുതെ ഒരു ഡ്രൈവിന് പോകാന്ന് വിചാരിച്ച് വന്നാണ് കേട്ടോ. വേറെ കാണുവാണെ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കണ്ടു വരണതിനെ. ഫോൺ എടുക്ക്. പക്ഷേ അത് ഞങ്ങളെ വന്നപ്പോഴത്തേന് കാട്ടിലോട്ട് 2.5 വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് വലിയ ബെയർ, അതാണ് ഒരു മാമ ബെയർ, വലിയൊരു ബെയറും അത് ഗ്രിസ്ലി ബെയർ ആയിരുന്നു, വലിയ ബെയർ. അതിന് 2 ബേബി ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ അത് ഇവിടുന്നായിരുന്നു. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ബെയറിനെ അങ്ങനെ കാണണേ. അത് ഇതുപോലെ റോഡ് സൈഡിൽ അവര് ഓടിപ്പോയെന്നില്ല, ഒരു കുറേ നേരം കണ്ട. ഭയങ്കര ചപ്പിയായിരുന്നേ. അതുങ്ങളെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ. അതൊരു വലിയ മുട്ടൻ ബെയറായിരുന്നു കേട്ടോ. അങ്ങളെ കണ്ടോടെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ നോക്കാം. ഇനി മാമി ബെയറിനെ കാണാം അല്ലേ ഏട്ടാ? കണ്ടുപിടിക്കാൻ പറ്റും. കാടിന്റെ കൊടുങ്കാട്ടിന് നടുക്കാണ് നമ്മള് വണ്ടിയും കൊണ്ട് പോണത്. അപ്പൊ ദേ ഇതാണ് കേട്ടോ നമ്മുടെ വാം സ്പ്രിങ് ഹോട്ട് സ്പ്രിങ്. വാം സ്പ്രിങ് ഹോട്ട് സ്പ്രിങ് എന്ത് വേണമെങ്കിലും പറയാവേ. ഞങ്ങൾ 2 വർഷം മുന്നേ വന്നപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങിയായിരുന്നു കേട്ടോ വെള്ളത്തിൽ. ചെറിയ ചൂടാണ്. ആ നടുക്ക് അവിടെ നിന്നാണ് ഈ വെള്ളം ഉറവയുള്ളത്. അപ്പോൾ അവിടെ നല്ല അത്യാവശ്യം ചെറിയ വാഴമാണേ. നിറച്ച് പായലും പൂപ്പലും ഒക്കെയാണ് കേട്ടോ വെള്ളത്തിനകത്ത്. തൊട്ട് നോക്കാൻ പോകും. തണുത്ത വെള്ളമാണോ ചൂടുവെള്ളമാണോ? നല്ല ഭയങ്കര ഇതില്ല, തണുപ്പില്ല, നല്ല വാം വാട്ടറാണ് കേട്ടോ. എന്താണ്ട് ഈ സാധനം ഇല്ലേ, എൻ്റെ കൂടെ ഒരു ഫിലിപ്പീൻ ഒരു ഫ്രണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞാണ് കേട്ടോ ഈ സാധനം അവർ ഇവിടെ വരുമ്പം അവരിത് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇത് സൂപ്പിനകത്തിട്ട് കഴിക്കും. ഭയങ്കര എന്തോ ഔഷധ ഗുണമുള്ള എന്തോ ഒരു സംഭവമാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ പറ കേട്ടോ എന്താ സംഭവം എന്ന്. ഇതുണ്ട് ഇവിടെയൊക്കെ ഉണ്ട്. ഇതുണ്ട് ഇത് മൊത്തം ഈ പായലാണേ നിറച്ച്. വേണ്ട പുല്ലല്ലാടാ, അത് പായലാടാ. കണ്ടോ ഇതുണ്ടോ നിറച്ച് പാല്. ഞാൻ പറ്റുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പൂവ് ഇത് കണ്ടോ നല്ല പച്ച പുല്ലും നല്ല തണുത്തിരിക്കുന്ന നല്ല പച്ച പുല്ലും. വേണ്ട വേണ്ടോ, എങ്ങാനും കൈ തന്നെ പോയാലുണ്ടല്ലോ. അച്ചക്ക് സോക്സ് ഊരിട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വാടാ. ചെരുപ്പെല്ലാം ചാടി പോവേ എന്റെ. ഓടിക്കോടി ഓടിക്കോടി. എന്തോ മൃഗങ്ങളുടെ അപ്പിയാണ് ഗൈസ്. കരടിയുടെ ആണോ? ഇതുണ്ടോ അപ്പി കൂടി കിടക്കണം. കരടിയുടെ അപ്പി. ദൈവം എന്നാ പോയേക്കാം വാ, എനിക്ക് പേടിയാണേ. ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഓടിച്ചിട്ട് പിടിക്കുള്ളൂ. കരടി ഉള്ളവാ, പോയേക്കാം. നീ എന്നാ അർത്ഥം? അതാ ഇപ്പൊ വീഴുമ്പോ വെള്ളത്തില്. നോക്കട്ടെ എത്തോ നോക്കാം നമുക്ക്. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കോട്ടേജിൽ വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല സണ്ണാണ് കേട്ടോ ഇവിടുന്ന്. ഇതുണ്ടോ നമ്മുടെ ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. പട്ടിയും മണ്ണുണ്ട്. ചിക്കൻ്റെ മണം അടിച്ചിട്ടാണോ? പട്ടിയും മണ്ണുണ്ട്. ബർഗറായോ? അപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് 2 ബർഗറാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബർഗറാക്കുകയാണ്. വിശന്ന് പോയി മക്കൾ, വിശന്ന് പോയി. പിന്നെ നമ്മുടെ ചിക്കനും ഇവിടെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അതുകൊണ്ട് പിന്നെ ബ്രെഡും ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് പോവാണേ. ചൂടുണ്ടോ നോക്കിയിട്ട് കേട്ടോ. ഇല്ല
ചിക്കൻ്റെ കാലിങ്ങനെ എടുക്കുക, എന്നിട്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാത്രി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ സമയം ഉണ്ടായിരുന്നല്ലോ രാവിലെ 7 മണി എങ്ങാണ്ടാണേ. ഞങ്ങളാണെങ്കിൽ രാവിലെ ഒരു ചെറിയ റൈഡ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ആനിമൽസിനെ എല്ലാം പേരിനെയോ അങ്ങനെ എന്തിനെങ്കിലും കാണാൻ അത് രാവിലെ ആണെങ്കിൽ ഒരു ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മൾ അതുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു കട്ടൻ കാപ്പി അടുപ്പേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മുടെ മക്കൾസ് രണ്ടുപേരും കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ ഇരിക്കുവാണ് കേട്ടോ. അച്ചുക്കുവാണ് ഇന്നലെ അച്ചുക്കിൻ്റെ ബൂട്ട് അവിടെ മറന്നു വെച്ചിട്ട് വന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ ആ ഹോട്ട് സ്പ്രിങ്ങിൽ പോയി അവിടെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ആ റൂട്ടിലാണ് പോയപ്പോഴാണ് ഇന്നലെ നമ്മളൊരു ബേറിനെ കണ്ടത്. അപ്പോൾ ഇന്നും കൂടെ പോകുമ്പം ഒരു ബേറിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കി ഇട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കാപ്പിയൊക്കെ ഇട്ടത് വണ്ടിയിലിരുന്ന് കുടിക്കുവാണ് കേട്ടോ. ഒട്ടും സമയം കളയരുത്. നമ്മുടെ ലക്ഷ്യം ആനിമൽസിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഒരു 20 മിനിറ്റായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു ആനിമൽസിനെ കണ്ടു കേട്ടോ. കുറേ അണ്ണാനെ കാണുന്നുണ്ട്, പിന്നെ കുറേ മുയലില്ലേ അതുപോലത്തെ അതിനെ കാണുന്നുണ്ട്. അതല്ലാതെ വലിയ ആനിമൽസിനൊന്നും ഇതുവരെ കണ്ടില്ല. എന്തായാലും നമ്മളിങ്ങനെ കൊടുങ്കാടിന് നടുക്ക് ഒരു ചെറിയൊരു റോഡ് കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ദേ ഞങ്ങൾ അവിടെ ഒരു ആനിമലിനെ കണ്ടു ഗൈസ്. ഒരു മൂസാന്ന് തോന്നേ. ഞാൻ കാണിച്ചു തരാവേ. മൂസ. ഫോൺ എടുത്തോണ്ട് ഫോൺ എടുക്ക് തോമാ. ആണ്ട അത് ഓടിപ്പോണു. ആണ്ടേ അത് ഓടിപ്പോയി. അതാണ് ഇല്ലടാ മൂസിനെ കണ്ടു. മൂത്ത് കിട്ടി. ഞാൻ ഓർത്തത് ബേറാന്നേ. അതിങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ചാക്ക് പോലെ ഇങ്ങനെ ബ്രൗൺ കളർ. അല്ല അതവിടെ നിന്ന് പുല്ല് തിന്നുമായിരുന്നു. ഞാൻ ശല്യമൊന്നുമില്ല, ഞാൻ വല്ലല്ലോ. പക്ഷെ അത് പുള്ളി നമ്മളെ കണ്ടിട്ടാണ്. അത് പേടിച്ചിട്ട് ഓടിപ്പോയതാട്ടോ പുള്ളിക്ക്. ശരിയാ. പുറകോട്ടെടുത്ത് ഇവിടെ കോപ്പിലെസ് ആണ്. അതെ സ്റ്റോപ്പ്. ഇന്നലെ വൈകുന്നേരം ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നിട്ട് എൻ്റെ പൊന്നു എന്നാ ഒരു കാറ്റായിരുന്നു, ഒന്നും പറയണ്ട. അപ്പം നമ്മൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ചെക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ അവരില്ല. നമ്മൾ മെസ്സേജ് അയച്ചു, താക്കോലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോവാണ്. ഇനി നമ്മൾ നേരെ ഇവിടെ ഒരു പിള്ളേരുടെ പാർക്കുണ്ട്. അപ്പം അയച്ചിക്കിന് പിള്ളേരുടെ പാർക്കിൽ പോകാത്തതുകൊണ്ട് അവൻ അത്ര ഹാപ്പിയല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള പാർക്കിലൊന്ന് പോയിട്ട് നമ്മൾ നേരെ വൈറ്റ് ഹോഴ്സിലോട്ട് പോവാണ് കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ക്യാബിനിൽ സ്റ്റേ ചെയ്യുന്നത്. വളരെ ചെറിയ ഭയങ്കര കോസി ആയിട്ടുള്ളൊരു സ്പേസ് ആണേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ വ്യൂ ആണെങ്കിലും നല്ലതാണ്. വലിയ അങ്ങനെ തണുപ്പ് കാര്യമായിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അയച്ചിക്കിൻ്റെ പരാതി തീർക്കാൻ വേണ്ടി പിള്ളേരുടെ പാർക്കിൽ വന്നേക്കുവാണ്. ഇവിടുത്തെ സ്കൂളിൻ്റെ പാർക്കാണ് കേട്ടോ. ചെറിയൊരു സ്കൂളാണ് കേട്ടോ, വലിയ സ്കൂളൊന്നുമല്ല, ചെറിയ സ്കൂള്. എൻ്റെ ഇവിടെ ഒരു പാർക്ക്, പക്ഷേ അത്യാവശ്യം വലിയ പാർക്കാണ്. അപ്പം അയച്ചിക്കിൻ്റെ പരാതി അങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അയച്ചിക്കിന് ജാക്കറ്റ് ഇല്ല, ജാക്കറ്റ് എടുത്തിട്ടാടാ കൊണ്ട് വേണം. തണുപ്പ ജലദോഷം ഒന്നും മാറിയിട്ടുമില്ല. ആയിട്ടോണ്ട് നോക്കും. അതെ വേണല്ലോ എന്നാ പറയുന്നത്. വേണല്ലോ ഇതിലെ വാടി. ഇതാ പാർക്ക്. ഓടിക്കോടി. ചേട്ടനെ പിടിച്ചോ. ചേട്ടായി നിന്ന് കൊടുക്കട. അവള് പിടിക്കട്ടടാ നിന്നെ പിടിക്കാൻ ഓടി വരുന്നവള്.
അപ്പം ദേ നമ്മുടെ പാർക്കും കഴിഞ്ഞു. നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മൾ നമ്മുടെ വണ്ടിയിൽ പോകുവാണ് കേട്ടോ. ഇനി എൻ്റെ ടേണാണെന്ന് വണ്ടി ഓടിക്കാൻ എന്നാണ് നമ്മുടെ തോമ പറഞ്ഞേക്കണേ. അതുകൊണ്ട്